മൂന്ന് സെന്റൻസ് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. സാബുമോൻ എന്ന സീസൺ 1 വിന്നർ വന്നിട്ട് അനീഷിനെ പറഞ്ഞു ഈ കിളി എനിക്കുള്ള കിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അനീഷ് അവിടെ കൃത്യമായിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതായത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതലും സീരിയൽ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളുമാണ് കാണുന്നത്, സാധാരണക്കാരാണ് കേരളത്തിൽ കൂടുതൽ, എന്തുകൊണ്ട് വളരെ തുച്ഛമായ ആളിനെ എടുക്കുന്നു? സാബുമോൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു. അതായത് ടീച്ചർ ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാം BEd പഠിച്ചവരാണ്, അതുപോലെയാണ് ഇത് എന്ന് പറഞ്ഞു. ശരിക്കും അതെന്ത് മണ്ടത്തരമാണ്? ടീച്ചർ ഫീൽഡിൽ അത് ഒരു ടീച്ചറായിട്ട് ഒരാൾക്ക് കയറണമെങ്കിൽ BEd നിർബന്ധമാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിരിക്കണോ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണോ? ഒരു സാധാരണക്കാരന് റേഷൻ കിട്ടുന്ന പോലെ 1-2 പേരാണോ ഇതിനകത്ത് വരേണ്ടത്? വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ? അപ്പോൾ സാബുമോൻ പറഞ്ഞ ചോദ്യം വളരെ മണ്ടത്തരമാണ്. പിന്നെ പലരും ചോദിച്ചു എല്ലാവരും സെലിബ്രിറ്റി അല്ലല്ലോ, ലക്ഷ്മിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പം അപ്പാനി ശരത്ത്, അല്ലെങ്കിൽ ആര്യൻ, അല്ലെങ്കിൽ ജിസയില്, ഈ പറഞ്ഞ അക്ബർ, അല്ലെങ്കിൽ ഷാനവാസ്, അനുമോൾ പോലുള്ള സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവർക്കും അറിയാം. അതിൽ ഒനിയൽ സാബുനെ പോലുള്ളവർ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഫുഡ് ബ്ലോഗേഴ്സ്, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുന്നവരാണ്. പക്ഷെ അനീഷിനെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ സാധാരണക്കാരാണ്, കഞ്ഞിയും പയറും കുടിക്കുന്നവരാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം പല TV ഷോയിലും പങ്കെടുത്തില്ലേ? അങ്ങനെ പങ്കെടുത്ത എത്ര പേരുണ്ട്? ഇപ്പൊ ഞാനൊരു യൂട്യൂബറാണ്, പക്ഷെ എന്നെ എത്ര പേർക്കറിയാം? വളരെ ചെറിയ ഒരു ആയിരങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവർ ഒരിക്കലും സെലിബ്രിറ്റി അല്ല, നമ്മളൊക്കെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുപോലുള്ള ഒരു വ്യക്തിയാണ് അനീഷ്. ഈ ഒരു വ്യക്തിയാണ് ചുറ്റും വളഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. നിവിൻ അവിടെ നിന്ന് പറയുകയാണ് അനീഷിന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ബിഗ് ബോസിൽ ഒരു കോമണറെ പോലും എടുക്കില്ലെന്ന്. അപ്പോൾ ഈ സാബുമോൻ പറഞ്ഞ BEd വേണം ടീച്ചർ ആവാന്നുള്ള ആ ഒരു മാനദണ്ഡം തന്നെയല്ലേ അവിടെ നിവിൻ ഉദ്ദേശിച്ചത്, ലക്ഷ്മി ഉദ്ദേശിച്ചത്, പലരും ഉദ്ദേശിച്ചത്?